ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മായമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആഫ്റ്റർ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും പുറത്തങ്ങി ഇറങ്ങുന്ന സൂക്ഷിച്ചിറങ്ങുക, മാസ്ക് ഒക്കെ ധരിച്ച് കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് എല്ലാവരും ഓരോരോ സേഫായ സ്ഥലങ്ങളിൽ പോവുക വരികയൊക്കെ ചെയ്യുക. അപ്പം എന്താണെന്ന് പറയുക, ഞാൻ വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോ എന്നാന്ന് പറയാം. നമ്മൾ ബുക്കിൻ്റെ ഒരു പേപ്പർ വെച്ചിട്ട് ഇന്ന് ഒരു വിമാനം ഉണ്ടാക്കാൻ പോവാണ്. വിമാനം എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ ഒരു വിമാനം, അതായത് ഒവാനെ പോലെ പറക്കുന്ന ഒരു വിമാനം നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അപ്പം നമുക്ക് നേരിട്ട് നമ്മളെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പം മച്ചാമാരെ ദാ നമ്മൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഒരു ബുക്കിൻ്റെ ഒരു വൈറ്റ് പേപ്പർ അവിടെ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ നമ്മുടെ ബാറ്റ് വിമാനത്തെ ഉണ്ടാക്കാൻ പോകുന്നത്, ബാറ്റ് പ്ലെയിൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും ആദ്യം ഇതുപോലത്തെ ഒരു വൈറ്റ് പേപ്പർ, അതായത് വലിയ കനമൊന്നും ഇല്ലാത്ത വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഈ പേപ്പറിനെ ഇങ്ങനെ രണ്ടായിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യും. അപ്പം ഗൈസ് ഇതാണ് വൈറ്റ് പേപ്പർ. അപ്പം നേരത്തെ കാണിച്ച പോലെ കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ ആക്കിയിട്ട് ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് വേണം, കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം. ഇങ്ങനെ മടക്കി ഇപ്പോൾ കറക്റ്റ് സെൻറ്റർ ആയിട്ടുണ്ട്. എന്താ ഗൈസ്, ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ആക്കി ഇതുപോലെ മടക്കണം. സെൻറ്റർ ആക്കി ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേപ്പറിൻ്റെ ഈ ഒരു സൈഡാണ്, ഈ ഒരു സൈഡിൽ നിന്ന് കറക്റ്റ് ഇതിൻ്റെ എഡ്ജിലോട്ട് ഇതുപോലെ പേപ്പർ ഇതുപോലെ കറക്റ്റ് ലെവലിൽ ഇതുപോലെ അതുപോലെ ഇപ്പുറ സൈഡും അതുപോലെ തന്നെ ഇപ്പുറ സൈഡും കറക്റ്റ് ലെവലിൽ നമ്മൾ മടക്കിയെടുക്കണം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മടക്കിയിടണം. അതായത് ആദ്യം സെൻറ്ററിൽ നിന്ന് നമ്മളിതാ ഇങ്ങനെ മടക്കി, പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി നല്ല പോലെ മടക്കിയിടണം. ഇനി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാ മടക്കിയെടുത്ത ഈ പേപ്പർ ഇതിൻ്റെ ഈ ഒരറ്റം കണ്ടോ, അതായത് ഇതിൻ്റെ ഈ ഒരറ്റത്ത് നിന്ന് നമ്മൾ നേരെ പേപ്പറിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരറ്റത്ത് ആദ്യം നമ്മളിങ്ങനെ ഒരറ്റത്ത് ഇങ്ങനെ ഒരു നോക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ അറ്റം കണ്ടോ, ആ പേപ്പറിൻ്റെ ആ മൂലയും ഈ മൂലയും കൂടെ ഇങ്ങനെ കണ്ടോ, കറക്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യുക. അതുപോലെ നേരെ തിരിച്ച് നമ്മൾ ഇപ്പുറ സൈഡ് എടുത്തിട്ട് സെയിം അതുപോലെ തന്നെ ചെയ്യാം. വേണ്ട ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. മനസ്സിലായല്ലോ അല്ലേ? അതായത് നമ്മൾ ഫോൾഡ് ചെയ്ത പേപ്പറിന് ഇതുണ്ടാവും, ഈ മൂലയും അതുപോലെ ഈ മൂലയും പിടിച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് മടക്കി എന്താ ഏകദേശം ഈ ഒരു ഷേപ്പ് ഉണ്ട്. കറക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് മടക്കാം. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈഡ് കണ്ടോ, അതായത് ഈ സൈഡ് നമ്മൾ കറക്റ്റ് ഇവിടെ
ഇവിടെ പിടിച്ചിട്ട് കറക്റ്റ് ഇതാ ഇവിടെ ഈ സൈഡിൻ്റെ അവിടെ ഇങ്ങനെ കറക്റ്റ് ഇതിൻ്റെ എഡ്ജിന് കറക്റ്റ് ഇതാ ഇതുപോലെ അതായത് ഈ സൈഡ് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇതുപോലെ. അതുപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ ഉണ്ടോ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അതായത് ഇങ്ങനെ ഇരിക്കുന്ന പേപ്പർ ഇവിടെ പിടിച്ചിട്ട് നേരെ ഇതാ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഏകദേശം ഇതുപോലെ ഉണ്ടോ സെറ്റായില്ലേ. അപ്പം നിങ്ങൾക്കപ്പോൾ കാണിച്ചത് എന്താ ഏകദേശം എന്താ ആണ് ഇതുപോലെ ഇരിക്കും നിങ്ങളുടെ ഐറ്റം ഇതുപോലെ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേപ്പർ കേട്ടോ ഇതാ ഇങ്ങനെ മടക്കും. അതായത് ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ കറക്റ്റ് സെൻറ്ററാക്കി മടക്കുക. ഇതുപോലെ മടക്കുക. മടക്കിയിട്ട് ഓക്കെ അല്ലേ. അപ്പം ഈ പേപ്പറിൻ്റെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ മടക്കി സെറ്റാക്കുക. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സൈഡ് വേണം. ഈ സൈഡ് അതായത് ഈ സൈഡിൽ നിന്ന് ഇത് വേണം ഇങ്ങനെ. അതായത് ഇവിടുന്ന് ഇവിടെ മുട്ടണം. ഇവിടുന്ന് ഇവിടെ മുട്ടുന്ന രീതിയിൽ ഇതുണ്ടോ ഇങ്ങനെ ജോയിൻ ചെയ്യുക. അതായത് ഇങ്ങനെ ഇത് മടക്കുക. അതായത് രണ്ട് സൈഡും. അതായത് ഈ പേപ്പറിൻ്റെ ഈ മൂല ഇതുണ്ട്. നമ്മൾ ഈ മടക്കിൻ്റെ ഇത് മൂലുണ്ട് ഇതിൻ്റെ ഇവിടെ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കി കൊള്ളുക. എന്നിട്ട് എന്നാ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരത്തെ മടക്കി വെച്ചത് ഇത് കണ്ടോ അതേ കയറിപ്പോകരുത്. കയറിപ്പോകാതെ ഈ രണ്ട് സൈഡും സേഫായിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഏകദേശം നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. നമുക്ക് നേരെ തിരിച്ചിട്ട് ഇനി നമുക്ക് അപ്പം മനസ്സിലായല്ലോ അല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ സെറ്റാക്കാം. ഇത് നേരെ തിരിക്കുക. ഇത് നമ്മുടെ ഈ സാധനം ഇതുണ്ടോ ഇങ്ങനെ മടക്കുക. മടക്കി കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ വിമാനം സെറ്റായിട്ടുണ്ട് എന്നോ. എന്നിട്ട് നേരെ ഇതാ നമ്മൾ സെൻറ്റർ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് മടക്കുക. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ചിത്രപ്പണിയോട് ഇതിനകത്ത് ചെയ്യാനുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ കറക്റ്റ് ഒരു സെൻറ്റർ ആക്കിയിട്ട് ഇതുണ്ട് ഇത്രയും പാടുള്ളൂ. ഇങ്ങനെ മടക്കുക. അതുപോലെ തന്നെ തിരിച്ചും വെച്ചിട്ട് കറക്റ്റ് ലെവലിൽ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ മടക്കുക. മടക്കി കഴിയുമ്പോൾ ഇത്ര പാടുള്ളൂ, ഇത്ര എഡ്ജേ പാടുള്ളൂ. അപ്പോൾ നമുക്കിതാ ഈ ലെവലിൽ ഒരു ഐറ്റം കിട്ടും. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ലെവൽ ചെയ്യണ്ടേ. ലെവൽ ചെയ്യാനായിട്ട് നമുക്കൊരു പെന്നെടുക്കാം. പെന്നെടുത്തിട്ട് ഇതുണ്ടോ അതായത് ഈ എഡ്ജിൽ നിന്ന് ഇതുണ്ടോ എഡ്ജിൽ നിന്ന് ഇങ്ങനെ നമുക്കൊരു മാർക്ക് ചെയ്ത് കറക്റ്റ് ഇപ്പുറത്തെ എഡ്ജ് ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കും. ഈ പീസ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്ക് ചെയ്ത പീസ് മുറിച്ചാണ്. നമുക്കൊരു സിസറോ അല്ലെങ്കിൽ ഒരു കത്തി അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഡെസ്ക് മുറിയാനായിട്ട് സ്കെയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് കിട്ടും. സിസർ വെച്ചിട്ട് ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ വേസ്റ്റ് പേപ്പറാണ് ഓക്കെ. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്റ് പ്ലെയിൻ. അപ്പോൾ പ്ലെയിൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഇതൊന്ന് മേലേന്ന് പറപ്പിച്ച് വെക്കാം. ഇതുണ്ടോ, നമ്മുടെ ഐറ്റം അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം മച്ചന്മാരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് വീട്ടിലൊരു ബുക്കിൻ്റെ പേപ്പർ കൊണ്ട് ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യും. അപ്പം ഇതിൽ നിന്നൊരു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ എബിൻ സൈനിങ് ഓഫ്.